ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത് താങ്കൾ തുടക്കത്തിൽ കേട്ടോന്ന് എനിക്കറിയില്ല. എന്താണ് ഈ പോസിറ്റീവ് എന്ന് കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം വിധി പോസിറ്റീവാണെന്ന് പറയുമ്പോഴും കേരളത്തിന് ഇതുവഴി എന്താണ് നേട്ടം? കേരളത്തിന് കിട്ടേണ്ട പണം ഇതുവഴി കിട്ടുമോ? പണം കിട്ടാതെ കേരളം എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചില കാര്യങ്ങളാണ് കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ വിശദീകരിച്ചത്. ഭരണഘടനാ ബെഞ്ചിന് വിട്ട നടപടി പോസിറ്റീവായി കാണുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ലാൽ, ഇതൊരു ഭരണഘടനാ വിഷയമാണ്. ഇതൊരു നിയമപരമായ വിഷയം എന്നുള്ളതിനപ്പുറമായി ഇത് ഇന്ത്യയുടെ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു മഹത്തായ നിയമ പോരാട്ടത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ചില ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇതുകൊണ്ട് എന്ത് കിട്ടി? ഇത് ഇവിടെ പൈസ ഉടനെ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ പൈസ ഇപ്പോൾ കിട്ടുമോ? ഇപ്പോൾ പൈസ കിട്ടാത്തത് കൊണ്ട് ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഇപ്പോൾ മകൻ ചത്ത് കണ്ടാലും കുഴപ്പമില്ല, ഈ മരുമകളുടെ കെട്ടുതാലി ഒന്ന് അറ്റ് കാണണം, കണ്ണീര് കാണണം എന്നിങ്ങനെ ഈ ഒരു ചൊല്ലുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കേരളീയരായ ചില ആളുകൾക്കെങ്കിലും വല്ലാതെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചതുകൊണ്ട് അവരങ്ങനെ ആ ഒരു വളരെ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ളൊരു സൈക്കിൾ നിന്നുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ പറയട്ടെ. ഞാനിപ്പോൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കൂടിയായ ശ്രീ സുഭാഷ് ചന്ദ്രൻ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ നിയമപരമായ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. യൂണിയൻ ഗവൺമെൻറ് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നതിനെതിരായിട്ടാണ് കേരളം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131, ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു ഹർജി നൽകുന്നത് നടാടെയാണ്. ഇങ്ങനെ ഞങ്ങൾ ഹർജി നൽകേണ്ടതായി വരും എന്ന് മുമ്പ് ശ്രീമതി നിർമ്മലാ സീതാരാമനോട്, അന്ന് പഞ്ചാബ് ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നപ്പോൾ കേരളത്തിലെ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിന് പകരമായി അന്ന് ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായിരുന്ന ഞാൻ കൂടി പങ്കെടുത്തുകൊണ്ട്, അന്ന് മധ്യപ്രദേശ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു, ഡൽഹി ആം ആദ്മി പാർട്ടിയായിരുന്നു. അങ്ങനെ 9 സംസ്ഥാനങ്ങളുടെ ഒന്നുകിൽ ധനകാര്യമന്ത്രിമാർ, റവന്യൂ മന്ത്രിമാർ, അവരുടെ പ്രതിനിധികൾ, അങ്ങനെ എന്നെ കൂടാതെ ശ്രീമതി നിർമ്മലാ സീതാരാമനുമായി അത്തരത്തിൽ ചർച്ച നടത്തുമ്പോൾ ഈ GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളാണ് ആ 1 മണിക്കൂർ നേരം എടുത്ത് ചർച്ച ചെയ്തത്. പഞ്ചാബിലെ ധനകാര്യ വകുപ്പ് മന്ത്രി അന്ന് മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്, ഞങ്ങളുടേതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ഈ കള്ളക്കടത്ത്, ആയുധങ്ങളുടെ കള്ളക്കടത്ത്, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഇത് BSFനും പട്ടാളത്തിനും മാത്രമായി ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളിൽ ഞങ്ങളുടെ ജയിലുകൾ, ഇനി ഈ പണം ഞങ്ങൾക്ക് തന്നില്ല, ഒരു സാധാരണ ഒരു സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഇത്തരത്തിൽ ജയിലുകൾ കൈകാര്യം ചെയ്യുന്നതിന് പരിമിതികളുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ വല്ലാതെ ഞെരുങ്ങുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം മാഡം? ഞങ്ങൾ അവരെ തുറന്നു വിടണമോ? അതല്ല. ഇനി അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിലായിരുന്നു വർത്തമാനം. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, അപ്പോൾ വെദർ യു ആർ ഇൻസിസ്റ്റിംഗ് ദാറ്റ് വി ഹാവ് ടു ഇൻവോക്ക് ദി ആർട്ടിക്കിൾ 131 അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. കോൺഗ്രസിൻ്റെ തന്നെ മന്ത്രിയാണിത് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ മുഴുവൻ പകർപ്പും വന്നിട്ടില്ല എങ്കിലും വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 145 145(3) പ്രകാരമാണ് ഇത് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് ഇത് വിട്ടിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ 145 145(3) എന്നത് ദി മിനിമം നമ്പർ ഓഫ് ജഡ്ജസ് who are to sit for the purpose of deciding any case involving a substantial question of law, as to the interpretation of the Constitution or for the purpose of hearing any reference under Article 143 shall be 5. അപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഇത് വിട്ടു എന്നുള്ളതാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചതൊരു രാഷ്ട്രീയ വിജയമാണ്. കേരളത്തെ സംബന്ധിച്ച് മാത്രമുള്ള രാഷ്ട്രീയ വിജയമല്ല, ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ വിജയമാണ്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇന്ത്യ, ദാറ്റ് ഇസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്നല്ല, ഇവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ
ഫെഡറൽ ഗവൺമെൻറ് നാളെ മറ്റൊരു മുന്നണിയാവാം, ഒരു പാർട്ടിയാവാം, മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കാം. അനുസ്യൂതമായ ഒരു ഒഴുക്കാണ് ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ അത്തരത്തിൽ പാർട്ടികൾ അധികാരത്തിൽ വരികയും മാറുകയും ചെയ്യുന്നത്. സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെ സംഭവിക്കാം. ഇന്ത്യയിലെ സാമ്പത്തിക ഫെഡറലിസത്തെ സംബന്ധിച്ച് നിരന്തരമായി നാം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ, ആ വാദങ്ങൾ ശരിയാണ് എന്നുള്ളതും അത് ജുഡീഷ്യറി അത്തരം കാര്യം സ്ക്രൂട്ടണിക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതും ഈ ജുഡീഷ്യൽ സ്ക്രൂട്ടണി എന്നുള്ളതുമെല്ലാം അനിവാര്യമായ ഘടകങ്ങളാണ്. ഇലക്ട്രൽ ബോണ്ടുകളുമായി സംബന്ധിച്ചത് വാസ്തവത്തിൽ അത് നിയമപരമല്ലേ എന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയത് നിയമപരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് സ്റ്റേ ചെയ്യുന്നതിന് അന്ന് സുപ്രീം കോടതി ഇടപെട്ടില്ല, അല്ലല്ലോ, അങ്ങനെ ഉണ്ടായാലേ ആ ഇലക്ട്രൽ ബോണ്ടുകൾ അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി തന്നെ ഒന്നാം ഗഡുവായി 10,000 കോടി രൂപയുടേതായ ഇലക്ട്രൽ ബോണ്ടുകൾ ഈ വിധി വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് അച്ചടിക്കാനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയതുമാണ്. ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3)ൻ്റെ 293(3)യുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളത് എങ്ങനെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കടമെടുക്കുന്നതും പബ്ലിക് അക്കൗണ്ടുകളിൽ നിന്നുണ്ടാകുന്ന ബാധ്യതകളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 293(3)ൽ ആ പരിധിയിൽ ഉൾപ്പെടുത്തണമോ എന്നത് ഉൾപ്പെടെ ഈ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നു. ഇവിടെ 293 ഇതുവരെ സുപ്രീം കോടതിയുടെ ആധികാരിക നിയമപരിശോധനകൾക്ക് വിധേയമായിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഇത് വരുന്നത് എന്നുകൂടി നമ്മളിവിടെ കാണണം. ഈ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ കടമെടുപ്പ് അതിൻ്റെ പരിധിയിൽ 10,000 കോടി രൂപ അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്ന് കേരളത്തിൻ്റെ ആവശ്യം സുപ്രീം കോടതി അനുവദിച്ചില്ല എന്നുള്ളത് ശരിയാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ കേസ് അങ്ങ് പിൻവലിക്കുക, ഈ ഹർജി നിങ്ങൾക്ക് പിൻവലിച്ചാൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്നുള്ള നിലയിലാണ്. അതല്ല, അവിടം കൊണ്ട് തീരുന്നതല്ല വിഷയം. അത് ഇതിലെ ഒരു ഘടകം മാത്രമാണ്, അതിൻ്റെ ഒരു പോയിൻ്റ് മാത്രമാണ്. ഇതൊരു വലിയ ലീഗൽ ഫൈറ്റാണ്. ആ ലീഗൽ ഫൈറ്റ് എന്നുള്ളത് ചെറുതായി കാണണ്ട. SR ബൊമ്മ കേസ് ഓർക്കുക. SR ബൊമ്മ കേസ് ഓർക്കുമ്പോൾ മുമ്പ് രാജസ്ഥാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓർക്കുക. 4:1 ആയിരുന്നതായിട്ടുള്ള ആ വിധി ഓവർ റൂൾ ചെയ്യുന്നത് SR ബൊമ്മ കേസിലാണ്. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഓർക്കുക. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസ് ഓവർ റൂൾ ചെയ്യുന്നത് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ്. ADM ജബൽപൂർ കേസിനെ നമ്മൾ ഓർക്കുക. ADM ജബൽപൂർ കേസിൽ 4:1 എന്നുള്ള വിധി വന്നത്, ആ വിധി എന്തായിരുന്നു? ഭരണഘടന അനുസരിച്ച് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അങ്ങനെ ആർട്ടിക്കിൾ 32 ഇൻവോക്ക് ചെയ്യാനോ ആർട്ടിക്കിൾ 226 ഇൻവോക്ക് ചെയ്യാനോ ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള അവകാശമടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. അത് കോടതി അന്ന് അംഗീകരിച്ചുവെങ്കിൽ പോലും അത് പിന്നീട് തിരുത്തേണ്ടതായി വന്നു. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊരു വലിയ ഭരണഘടന, ഇതൊരു വലിയൊരു ഫ്രെയിമിലാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ചും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ അതിൽ ഭരണഘടന തന്നെ വിവക്ഷിക്കുന്നതായിട്ടുള്ള ആ ധനകാര്യ ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ ഇരിക്കാനും അടിമ ഉടമ വ്യവസ്ഥയല്ല എന്നുള്ളത് ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കം. ശരി.